വെൽക്കം ടു നിദാസ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൊഹലാബിയ എന്ന് പറയുന്ന ഒരു ഡെസേർട്ടാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ഡെസേർട്ടാണ്. അത് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഈ മൊഹലാബിയ എന്ന് പറയുന്ന ഡെസേർട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ മൊഹലാബിയ എന്ന റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ്. ഇത് മിൽക്ക്, ഇത് വാനില എസൻസ്, ഇത് വിപ്പിംഗ് ക്രീം, ഇത് ഷുഗർ, ഇത് മിൽക്ക് പൗഡർ, ഇത് കോൺഫ്ലോർ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പൊ ഇത് ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ മിൽക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് ചൂടായി തന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 5 ടേബിൾ സ്പൂൺ ഷുഗർ ആണ്. മിൽക്ക് ചേർത്തത് 1/2 ലിറ്റർ മിൽക്കാണ് ചേർത്തത്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർക്കാട്ടോ. പക്ഷെ ഇതിന്റെ യഥാർത്ഥ റെസിപ്പി കോൺഫ്ലോർ ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവില് വാനില എസൻസ് ആണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേട്ടോ. മിക്സ് ചെയ്യണ എന്തിനാന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ കോൺഫ്ലോറിന്റെ ചവപ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിതാ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ഇറക്കി വെക്കാം. അപ്പൊ ഇതാ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ്. ഇതിലേക്ക് ചേർത്തിക്കുന്ന വിപ്പിംഗ് ക്രീം ആണ്. നന്നായിട്ടൊന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. ഇനി ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാൻ വെക്കണം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ മൊഹലാബിയ എന്ന് പറയുന്ന ഡെസേർട്ട് ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ എത്രത്തോളം സെറ്റായിന്ന് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നല്ലൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.